ഇന്ന് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഫൗണ്ടർ നഴ്സറി മാഡവും CEO സലാഹ് സാറും ഒരുമിച്ചുണ്ടായിരുന്നാൽ നമുക്കൊരു ലൈവ് റാപ്പിഡ് ഫയർ ചെയ്യാം. ഓക്കെ. സോ മാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാഡത്തിൻ്റെ ഫീൽഡല്ല, പക്ഷേ മാഡം ഈ ഫീൽഡിലേക്ക് വന്നു, എന്തുകൊണ്ട്? ഓക്കെ, ലോകം മാറുന്നതിൻ്റെ അനുസരിച്ച് തന്നെ നമ്മളും മാറണമല്ലോ. അപ്പം ഞാനൊരു സംരംഭകയാവുമ്പം എൻ്റെ മാർക്കറ്റിങ്ങിൽ കുറേ പാകപ്പിഴവുകൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് പഠിക്കലുമായി എന്നാൽ ബാക്കിയുള്ളവരെ പഠിപ്പിക്കലുമായി എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ഒരു ശീലമില്ലാത്തൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്. ഓക്കെ സർ, മലപ്പുറത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള മാഡത്തിൻ്റെ തീരുമാനം ശരിയാണെന്ന് സാറിന് തോന്നുന്നു? എന്നെ സംബന്ധിച്ച് ശരിയാണ്. കാരണം മലപ്പുറത്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. മാം, എന്തുകൊണ്ടാണ് സലാഹ് സാറിനെ ഈ കമ്പനിയുടെ CEO ആക്കാൻ തീരുമാനിച്ചത്? സലാഹുദ്ദീൻ സാറിൻ്റെ കുറേ പ്രൊഫൈല് ഞാൻ പലപ്പോഴുമായിട്ട് പലരിൽ നിന്ന് കണ്ടിട്ടും കേട്ടിട്ടും വീഡിയോസ് കണ്ടിട്ടൊക്കെ ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കറിയില്ലായിരുന്നു സലാഹുദ്ദീൻ സാറിനെ ഞാനൊരു റിക്വസ്റ്റ് ചെയ്താൽ ഇവിടെ മലപ്പുറത്ത് ജോയിൻ ചെയ്യുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ബിസിനസ്സിന് ടിപ്സ് തരാൻ വേണ്ടി ഞാനൊരു ദിവസം ഫോൺ ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞ ടിപ്സൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായി തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നെസൻകോക്ക് പറ്റിയ റൈറ്റ് ആളാണെന്ന്. സർ, മാഡം സാറിനെ അപ്രോച്ച് ചെയ്തപ്പോൾ സാറിന് എന്ത് തോന്നി? ഞാൻ ഫസ്റ്റ് മാഡത്തിനെ അപ്രോച്ച് ചെയ്തത് ശരിക്കും ഇതിൻ്റെ ഒരു കൺസൾട്ടിങ് എന്നുള്ള രൂപത്തിലായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു. കാരണം മാഡം എന്നോട് ആദ്യമേ പറഞ്ഞു ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല, പുതുതായിട്ട് വരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഒരു അഡ്വൈസ് ചോദിച്ചു. പക്ഷേ മാഡത്തിനോട് നമുക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നിയിരുന്നു. കാരണം ഒരു ലേഡീസ് എൻ്റർപ്രണറാണ്, അതും മലപ്പുറത്തുകാരിയാണ്. അപ്പം മാഡത്തിൻ്റെ ഞാൻ മാഡത്തിൻ്റെ അപ്പം തന്നെ അവർ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവരെ ഒരു സ്റ്റാറ്റസ് നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു. മാം, ഈ കമ്പനി സക്സസ് ആക്കാൻ സാറിന് കഴിയുമെന്ന് മാഡം എത്ര പെർസെൻറ്റേജ് വിശ്വസിക്കുന്നു? 110% കോൺഫിഡൻസ് ഉണ്ട്. കാരണം സാറ് ഇപ്പം ജോയിൻ ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷേ അതിനകത്ത് തന്നെ എനിക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഓൺടർപ്രണർഷിപ്പിൽ പുതുതായിട്ടുള്ള ഒരാളൊന്നുമല്ല, സംരംഭങ്ങൾ നടക്കുന്നത് കാണുന്നുണ്ട്. പല രീതിയിൽ ഞാൻ ട്രെയിനിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഫസ്റ്റ് മന്ത് പെർഫോമൻസ് ആവട്ടെ, പിന്നെ സാറിൻ്റെ ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് സാറ് ബിൽഡ് ചെയ്യുന്നതെന്നാവട്ടെ, അത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം, എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. സർ, ഈ കമ്പനി സക്സസ് ആകുമെന്ന് സാറിന് എത്ര പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഉണ്ട്? എനിക്ക് 100ക്ക് 110% നമുക്ക് ഉറപ്പാണ് സക്സസ് ആക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഈ 1 മന്ത് കവർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടീമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. ഇതിൻ്റെ അപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട്.